ഓടാൻ റെഡിയായി നിന്നോ കേട്ടോ, എല്ലാവരും ഓടാൻ റെഡിയായി നിന്നു. നമ്മൾ സേതത്തോട് ഊരാമ്പാറയിൽ കാട്ടാനിറങ്ങുന്നതും സ്ഥിരം കാഴ്ചയാണല്ലോ, വാർത്തയിലും അതുപോലെ പല യൂട്യൂബ് ചാനലിൽ കാണുന്നതാണല്ലോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ അള്ളിങ്കൽ ഡാമിൻ്റെ ബാക്ക് സൈഡാണ്. ഇത് അള്ളിങ്കൽ ഡാമിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ അടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10ഓളം വീടുകളും ഈ ഒരു പ്രദേശത്തുണ്ട്. ഇപ്പം അള്ളിങ്കൽ ഡാമിൻ്റെ റിസർവറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നൊരു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ടോപ്പിലാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ ആനയെ കാണാൻ സാധിക്കും. ഞങ്ങളങ്ങനെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴെ വന്നപ്പം 2 പേരും കുളിക്കാനോട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ കണ്ടില്ല, തൂണ്ടോടെ നിൽക്കുന്നു. ഡാമിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇതാണ് അള്ളിങ്കൽ ഡാം. ഇതിൻ്റെ റിസർവറായി കാണുന്ന മൊത്തം. കുറച്ച് കഴിയുമ്പോൾ 2 ഇക്കരെ കയറും. റോഡ് ക്രോസ് ചെയ്ത് ജനവാസ മേഖലയിൽ കഴിക്കാൻ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. തകർത്ത് കുളിയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് വരച്ച് പരസ്പരം ഭയങ്കര കുളിയാണ്. സെൻട്രലാണ് കുറച്ച് നല്ല ക്ലിയറായിട്ട് കാണാൻ. ഇത് ഭയങ്കര ഓപ്പോസിറ്റുള്ള ആറിൻ്റെ തീയത്ത് അങ്ങനെ ഒരു കോർണറിലാണ് നിൽക്കുന്നത്. നമുക്ക് അത്ര ക്ലിയർ അല്ല. അതുപോലെ നീ ഒന്ന് കുളിച്ചാൽ അത് ശരിയാവും. വെളുത്താൻ കഴിഞ്ഞ് 2 പേരും നീന്തി വരുന്നു. ഇങ്ങനെ ഇറങ്ങി പയ്യാണ്ട് കയറി വരുവാണ്. കയറി വന്ന് ഏകദേശം ഇപ്പോഴും ക്രോസ് ചെയ്യാറായി.
ആൾക്കാരായിട്ട് ഇപ്പോൾ നമ്മുടെ തീരത്തോട്ട് ഇങ്ങനെ കയറും. ഓടാൻ റെഡിയായി നിന്നോ കേട്ടോ, എല്ലാവരും ഓടാൻ റെഡിയായി നിന്നു. നമ്മൾ നമസ്കാരം കൈ പോയി നമസ്കാരം കാണിച്ചിട്ടാണ് പോകുന്നത്. നമ്മളെ കണ്ടോണ്ടെങ്കിൽ പയ്യെ പമ്മി പയ്യെ സ്റ്റില്ലായിട്ട് നിൽക്കും. ഇത്ര അടുത്ത് നമ്മൾ ആനയുമായിട്ട് ഇത്ര അടുത്ത് ഇങ്ങനെ നിൽക്കും. ഇങ്ങോട്ട് വാ. ഏകദേശം കര ഇങ്ങനെ കയറി. മാറാം അതൊക്കെ മാറാം അണ്ണാ, അവിടെ നിന്ന് മാറാം. അവരിങ്ങനെ ഇങ്ങനെ കയറി വരും. നമ്മൾ ആനയുടെ ഇത്ര അടുത്തായിട്ടാണ് നിൽക്കുന്നത്, ഇത്ര അടുത്തായിട്ട്. നമ്മുടെ തൊട്ട് കീഴ് കൂടെ പോകുന്നു. എൻ്റെ കയ്യെത്താതെ വെറുതെ എത്രയും കീഴ് കൂടെ ആന പോകും. നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തോ പറയുന്നതൊക്കെ. പ്രശ്നക്കാരൊന്നുമല്ല. അതുകൊണ്ട് അവർ പയ്യെ തീർത്ത് പോയി നമ്മളെ നോക്കുന്നുണ്ട്. വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഇങ്ങനെ ഇനിയിപ്പോൾ സ്പീഡ് കൂടും. അവരെ റോഡ് ചക്കര കയറ്റി കൈസ്. ഇത്രയും ജനവാസ മേഖലയിലാണ് വന്നിരിക്കുന്നത്. ഒരു നായ്ക്കുട്ടി എന്നെ പറയുന്നു, അവൻ കുറേ നേരം നമ്മളെ ഇങ്ങനെ പറ്റിക്കുകയാണ്. നമ്മൾ ജനവാസ മേഖലയിൽ കൂടെ ഇങ്ങനെ പോവാ. അവിടെയാണ് ഞാൻ വരുന്നത്. അവിടെ നിൽക്കല്ലേ ഇനി നമ്മൾ ലാഹരോട്ട് പിള്ളേർക്ക് രാത്രി ലാഹയുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിന് മുന്നേ ഒരു 2 ഗ്ലാസ് ചായ കുടിക്കാമെന്ന് ചോദിച്ചു വന്നാൽ റഷീദുണ്ട്. ില്ല ആദ്യത്തിന് കൂടുതൽ വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഇപ്പം ഒരു കുഴപ്പമില്ല. നിനക്ക് മധുരം കുറച്ചാണോ? യെസ്. സ്റ്റാർട്ട് ചെയ്ത് 4ാമത്തെ ദിവസവും നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്ലൈമറ്റും നല്ല ക്ലൈമറ്റാണ്. വിളക്കൊഞ്ചിയുടെ അവിടുത്തെ ആ ഒരു വളവിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നൊരു വളവാണിത്. രാത്രി അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. ഇപ്പോൾ ഭക്തർ ധാരാളം വരുന്നുണ്ട്, വന്നിട്ട് തിരിച്ചു പോകുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഒരു കതിച്ചക്ക വാങ്ങിക്കാനൊരു പോക്കാണ്. കതിച്ചക്ക ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കതിച്ചക്ക കഴിക്കാൻ വേണ്ടി പോവാം. എന്തൊരു സാധനം എനിക്ക് വേണം. ഇത് ഓർക്കുന്നുണ്ടോ? എന്ത് കളിയാ പോയ അവിടെ? എന്തോ വല്ലതും കിട്ടിയോ? എന്തോ അത് കിട്ടിയോ അവിടെ? അവര് അറിയാ നൈറ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് ലാഹയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് തിരിച്ച് വീണ്ടും കൊണ്ട് പോവുകയാണ്.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.